ഒരുപാട് മനുഷ്യർ, സ്ത്രീകൾ, പുരുഷന്മാർ, അസുഖമുള്ളവരോ ഇല്ലാത്തവരോ അങ്ങനെ ഒന്നും ഒരു തിരിച്ചു വ്യത്യാസം ഇല്ലാത്ത ഒരു നരനായാട്ടാണ് ശരിക്കും മുത്തങ്ങയിൽ നടന്നത്. അത്തരം ഒരു സംഭവം നടന്നിട്ട് അതിൻ്റെ വേദന ആളുകൾ ഇപ്പോഴും അതിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായിട്ടാണ് ശരിക്കും ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയധികം വേദന അനുഭവിച്ച ആളുകൾ അവരന്ന് വെച്ച ആശയം, അവർ ഭൂമിക്ക് ഞങ്ങൾക്ക് താമസിക്കാൻ, കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമി വേണമെന്ന് പറഞ്ഞ് ആ വ്യവസ്ഥയൊട്ട് നടന്നിട്ടുമില്ല. ഇപ്പോഴും ആ പ്രശ്നം നടക്കാതെ ഇരിക്കുകയും ഈ വേദനകൾ മാത്രം പേറി നടക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ശരിക്കും മാപ്പ് കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ 3-4 മാസമായിട്ട് ആളുകൾക്ക് സാധാരണ രീതിയിൽ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ലാത്ത ഒരവസ്ഥയുണ്ടായി. ഇപ്പോൾ അന്ന് ഉണ്ടായിരുന്നതിനെക്കാട്ടും കുറച്ചൊരു ആരോഗ്യം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പോലും 3 മാസക്കാലത്തേക്ക് സാധാരണ രീതിയിലുള്ള നമ്മളുടെ കാര്യങ്ങൾ നടത്തുന്ന പോലുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് 3 മാസക്കാലത്തേക്ക്. അത്രയധികം കൊടിയ പീഡനവും വേദനയുമാണ് ശരിക്കും അന്നത്തെ മുഴുവൻ ആളുകളും അനുഭവിച്ചിട്ടുള്ളത്. ചെറിയ പിഞ്ചു കുഞ്ഞിൻ്റെ തലയൊക്കെ അടിച്ചു പൊട്ടിച്ച് രക്തം ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്നത് നമ്മൾ അന്നത്തെ മീഡിയമത്തിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും കാണാവുന്നതാണ്. അതൊരു ചരിത്രം പോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവം നിൽക്കുന്ന സമയത്ത് ഈ ആളുകൾക്ക് അവരാവശ്യപ്പെട്ട ഭൂമി പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ഇടപെടൽ നടത്തി അവർക്ക് ഭൂമി കിട്ടിയിരുന്നെങ്കിൽ ഈ ആളുകൾ ഞങ്ങൾ ഇത്ര വേദനയും മർദ്ദനമൊക്കെ അനുഭവിച്ചാലും ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഈ ഭൂമി കിട്ടി എന്നുള്ള ഒരു ആശ്വാസം മാപ്പ് കൊടുക്കാനുള്ള ഒരു സാധ്യത അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടക്കാത്തടത്തോളം കാലം അത് മാപ്പേ കൊടുക്കാൻ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിലപ്പുറത്തേക്ക് ഇപ്പോൾ ഈ സമകാലീന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയും വിഷയമൊക്കെ 10-25 വർഷം മുമ്പ് നടന്ന പോലീസിൻ്റെ കസ്റ്റഡി മരണം, അതിക്രമം, ഇടപെടൽ, അത്തരം സംഭവങ്ങളൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ച് അവർക്കെതിരെയൊക്കെ കേസും നടപടികളും എടുക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ നടക്കുമ്പോൾ ഈ മുത്തങ്ങ മാത്രം എന്തുകൊണ്ടാണ് മാറ്റി നിർത്തപ്പെടുന്നത് എന്ന് നമ്മൾ ഒന്നും കൂടെ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ആണ് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടത്. മുത്തങ്ങൽ ഈ അതിക്രമത്തിന് മൊത്തം വിധേയരായി അതിന് ഇരകളായി അതിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ എത്രയധികം കേസുകൾ കൊടുത്തിട്ട് ഒരു പെറ്റി കേസ് പോലും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്രയധികം അട്രോസിറ്റീസും ആക്രമവും നരവേട്ടയും ഒക്കെ നടന്നിട്ടും ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറായിട്ടില്ല. നമുക്കെതിരെയുള്ള കേസുകൾ മാത്രമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 22 വർഷമായിട്ടും കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ നരകയാതന ഈ ശരീരത്തു നിന്നും മനസ്സിൽ നിന്നൊന്നും വിട്ടുപോകുന്നില്ല. അത് അതേപോലെ തന്നെ നിലനിൽക്കുകയാണ്. അത് നിൽക്കുമ്പോൾ അത്തരം അന്ന് നടന്ന ആ പോലീസുകാർക്കെതിരെ ഒരു നടപടി എടുക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഇന്നും അത് നടത്തിയിട്ടില്ല എന്നുള്ളത് അത് തന്നെ ആദിവാസികളോട് കാണിക്കുന്ന വലിയ വിവേചനത്തിൻ്റെ അന്നത്തെ ഒരു സാഹചര്യം സി കെ ജാനു, ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉൾപ്പെടെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നപ്പോൾ കണ്ടതാണ്. അന്നത്തെ ആ അനുഭവം കൊടിയ ഭീകരതയായിരുന്നു എന്ന് പറയേണ്ടതില്ല. അതിന് മാപ്പ് ആദിവാസി സമൂഹത്തിന് നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണല്ലേ? എന്തൊക്കെ പറഞ്ഞാലും അന്ന് നടന്നിട്ടുള്ള ഈ പീഡന അതിക്രമ നരനായാട്ടിന് ഒരിക്കലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിന് മാപ്പ് നൽകാനേ പറ്റില്ല. കാരണം നമ്മളുടെ ശരീരമൊക്കെ കലങ്ങിപ്പോയി. ശരിക്കും കലങ്ങി രക്തം കൊണ്ട് തന്നെ കറുപ്പ് കളറായിട്ടുള്ള ആളുകളായിട്ട് മാറിക്കൊണ്ടുവന്നു ഞങ്ങൾ. അല്ലെങ്കിൽ കറുത്തതാണ്, പക്ഷേ അടിച്ചു മുഴുവൻ ഇതായിട്ട് രക്തം കലങ്ങിയിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അതിനെങ്ങനെയാണ് നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുക? എങ്ങനെ മാപ്പ് കൊടുത്താലാണ് അതാവുക? അതുകൊണ്ട് മാപ്പ് എന്നുള്ള വാക്ക് ആ പീഡനത്തിന് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് അവരുടെ മാനസിക മാപ്പ് സ്വീകാര്യമാകുന്ന തലങ്ങളുണ്ട്. ഈ തലങ്ങളെങ്കിലും നടപ്പിലാക്കാനുള്ള ഒരു ഇടപെടൽ എത്രയും പെട്ടെന്ന് നടത്തണം. ഈ പോയ അത്രയും പേർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമി കൊടുത്താൽ ഞങ്ങൾ വേദന അനുഭവിച്ചാലും ഞങ്ങൾക്കിത് കിട്ടി, അതുകൊണ്ട് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കുക എന്നുള്ള തലത്തിലേക്ക് ആളുകൾ മാറും. അതിൻ്റെ ആ സാഹചര്യമൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിലപ്പുറത്തേക്ക് ഞങ്ങളെ അന്ന് കൊടിയമായിട്ട് മനുഷ്യരല്ലാതെ
എന്താ വേട്ടപ്പട്ടികളെ പോലെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഒരുത്തനെതിരെങ്കിലും ഒരു കേസെടുത്താൽ ഞങ്ങൾക്കതൊരു ആശ്വാസമാവും. ഞങ്ങൾക്കെതിരെ മർദ്ദിച്ച ഒരാൾക്കെതിരെ ഒരു കേസ് വന്നല്ലോ എന്നുള്ളത് വരും. അത് ഇന്ന് വരെ നടന്നിട്ടില്ലല്ലോ. ബാക്കിയുള്ള ആളുകളൊക്കെ 15-25 വർഷം മുമ്പ് മർദ്ദിച്ചവർ അത്തരം ആളുകൾക്കെതിരെ ഇപ്പോൾ കേസെടുക്കുമ്പോൾ ആദിവാസികൾക്ക് മാത്രം ഇത് നടന്നാൽ അത് ഈ പൊതുസമൂഹത്തിലൊന്നും ബാധകമല്ലാതെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ഈ വിവേചനം, ഈ അകറ്റി നിർത്തൽ, ഈ അയിത്തം ഇത് എപ്പോഴിവിടെ കൊടികുത്തി വാഴുന്നു എന്ന് തന്നെയല്ലേ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.